ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രതാപൻ പാർവിന്റെ മുറിയിലേക്ക് പോയി ആ ഫിലിം തന്റെ കയ്യിലെടുക്കുകയാണ്. ഈ രഹസ്യമെല്ലാം പാർവതിക്ക് മനസ്സിലായെന്നാ തോന്നുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ചേച്ചി അറിയിക്കണം. അവളിനി വിശാലിനോട് വല്ലതും പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ആപത്താ. അത്രയും പറഞ്ഞുകൊണ്ട് പ്രതാപൻ താഴേക്ക് പോവുകയാണ്. ഫിലിം കിട്ടിയെന്ന് പ്രഭാവതിയുടെ പ്രതാപം കാണിക്കുമ്പോൾ പ്രഭാവതി തനിക്ക് മുറിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പ്രതാപന്റെ ഒപ്പം മുറിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ചെന്ന പാറു ആ ഫിലിം അവിടെ ആകെ തിരയുന്നുണ്ടെങ്കിലും എവിടെന്നും കിട്ടുന്നില്ല. ഇത് ചതിയാണ്, ആരോ എന്റെ മുറിയിൽ വന്ന് ഇത് മോഷ്ടിച്ചത് തന്നെയാ, ആരായിരിക്കും എന്നൊക്കെ ആലോചിക്കുകയാണ് പാറു. തുടർന്ന് പാറു നേരെ ശേഖരമേനോന്റെ മുറിയിലേക്ക് പോകുന്നു. നിങ്ങൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എനിക്കിപ്പോ സത്യമെല്ലാം മനസ്സിലായി. നിങ്ങള് പ്രഭാവതി അമ്മയുടെ മുൻ ഭർത്താവാണല്ലേ? ഇത് കേൾക്കുന്ന ശേഖരൻ ഒരു ഞെട്ടലോടെ പാറുവിനെ നോക്കുമ്പോ പാറു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ഭാര്യയെ തന്നെ കൊല്ലാൻ നോക്കുന്നത്? വിപിൻ നിങ്ങളുടെ മകനല്ലേ? പാർവതി അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. വേണ്ട, നിങ്ങൾ പറയണ്ട. ഇത്രയും കണ്ടുപിടിച്ച സ്ഥിതിക്ക് ബാക്കിയും ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഉദയനൂരമ്മയും എന്റെ ഗായത്രിയമ്മയും എന്നെ സഹായിച്ചോളുമെന്നും പറഞ്ഞ് പാറു മുറിയിൽ നിന്നും പോകുമ്പോ ശേഖരൻ മനസ്സിൽ പറയുകയാണ്, പാർവതി രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് പ്രഭാവതി അറിഞ്ഞാൽ പ്രഭാവതി അവളെ കൊല്ലാനും മടിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ശേഖരൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. പ്രതാപനോട് പ്രഭാവതി ചോദിക്കുകയാണ്, എന്നാലും പ്രതാപ, ആ നെഗറ്റീവ് ആ പാർവതിക്ക് എവിടെ നിന്നാകും കിട്ടിയത്? എന്റെ ചേച്ചി അതറിയണമെങ്കിലേ അവളോട് തന്നെ ചോദിക്കണം. എന്റെ ചേച്ചി, നെഗറ്റീവ് നമ്മൾ കത്തിച്ചു കളഞ്ഞല്ലോ, അതിന്റെ ചാരം പോലും ബാക്കിയില്ല. പിന്നെ ചേച്ചി എന്തിനാ ഇനി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? എടാ, നെഗറ്റീവ് കത്തിച്ചു കളഞ്ഞു, അതൊക്കെ ശരി തന്നെ. പക്ഷേ നെഗറ്റീവിൽ എന്താണെന്ന് പാർവതി കണ്ടു കഴിഞ്ഞതല്ലേ? അതെ, അത് ശരിയാണെന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എന്റെയും ശേഖരമേനോന്റെയും വിവാഹ ഫോട്ടോയാണ് അവള് കണ്ടതെങ്കിലേ അത് പ്രശ്നം തന്നെയാ. എന്റെ ചേച്ചി, നെഗറ്റീവ് കയ്യിലില്ലാതെ അവൾക്കൊന്നും തെളിയിക്കാൻ സാധിക്കില്ലല്ലോ. എടാ, ഈ കാര്യങ്ങളെല്ലാം വിശാലിനെ ബോധിപ്പിക്കണമെങ്കിൽ അവൾക്ക് ഒരു തെളിവിന്റെയും ആവശ്യമില്ല. എന്റെ ചേച്ചി, തെളിവില്ലാതെ പാർവതി എങ്ങനെ വിശാലിനെ ബോധിപ്പിക്കുമെന്നാ ചേച്ചി പറയുന്നത്? ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, എടാ, അവർ തമ്മിലുള്ള ബന്ധമേ അങ്ങനെയാണ്. ചേച്ചി, ഇനി നമ്മൾ എന്തു ചെയ്യുമെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ. ഞാൻ ശേഖരമേനോന്റെ ഭാര്യയാണെന്നറിയുന്ന ആരും ജീവനോടെ ഇരിക്കാനേ പാടില്ല. നമ്മളല്ലാതെ മൂന്നാമതൊരാൾ ആ രഹസ്യം അറിയാനും പാടില്ല. അപ്പോ പാർവതിയെ കൊല്ലണമെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നതെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, പാർവതിയെ മാത്രമല്ല, സത്യമറിയുന്ന ആരാണെങ്കിലും അവരെയും കൊല്ലണം. പാർവതി വഴി സത്യം വിശാൽ അറിഞ്ഞ് അവനും എന്നെ അവിശ്വസിച്ചാൽ അവനെയും ഞാൻ കൊല്ലും. ഗായത്രി ദേവി അവസാനിപ്പിച്ചതുപോലെ ഞാൻ അവനെയും കൊല്ലുമെന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, എന്റെ ചേച്ചി ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേട്ടാ അത് മതി. പ്രതാപ, എനിക്ക് വേണ്ടത് സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പണവും മാത്രമാണ്. അതിനുവേണ്ടി ആരെ കൊല്ലേണ്ടി വന്നാലും ഞാൻ കൊന്നിരിക്കും. അതിന് ഏതറ്റം വരെ പോകാനും എനിക്കൊരു മടിയുമില്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഭയത്തോടെ നിൽക്കുകയാണ് പ്രതാപൻ. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയും വിപിനെയുമാണ്. തൻ്റെ അച്ഛനെപ്പറ്റി ഓരോരോ ചോദ്യങ്ങളായി വിപിനോട് ചോദിക്കുകയാണ് പാർവതി. വിപിന് അച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ? അച്ഛൻ്റെ പേരെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് പാറു ചോദിക്കുമ്പോൾ വിപിൻ പറയുകയാണ്, കുഞ്ഞുനാളെ തൊട്ട് അച്ഛൻ ഗോപിനാഥാണ് എന്ന് പറഞ്ഞ ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അല്ല, പാർവതി എന്തിനാ ഇതൊക്കെ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നതെന്ന് വിപിൻ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അതൊക്കെയുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് പാറു അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ അവരെ നോക്കി നിൽക്കുകയാണ് പല്ലവി. തുടർന്ന് പല്ലവി വിപിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചത്? അവളെന്താ എന്നെ കണ്ടയുടൻ ഒന്നും പറയാതെ പോയത്? ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാകും, അതൊന്നും നിന്നോട് പറയേണ്ട ഒരു കാര്യവുമില്ലെന്ന് വിപിൻ പറയുമ്പോൾ ഞാനേ ചേച്ചിയോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പല്ലവി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് പല്ലവി ചെന്ന് പാർവിനോട് ദേഷ്യപ്പെടുകയാണ്, നീ കാരണമാ വിപിൻ സാറ് എന്നെ ഒന്ന് സ്നേഹിക്കുക പോലും ചെയ്യാത്തത്. എൻ്റെ കുടുംബം തകർക്കാൻ നോക്കിയാൽ നിന്റെ കുടുംബം ഞാൻ വേരോടെ പിഴുതെറിയുമെന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് പോകുമ്പോൾ പല്ലവിയെ പറഞ്ഞു മനസ്സിലാക്കാൻ പാറു ശ്രമിക്കുന്നുണ്ടെങ്കിലും പല്ലവി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. മണിക്കുട്ടൻ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, പാറു, നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും വിശാൽ സാറിനോട് തുറന്നു പറയണം. നീ പറയുന്നതിലും കാര്യമുണ്ട് മണിക്കുട്ട എന്ന് പറഞ്ഞുകൊണ്ട് പാറു നേരെ വിശാലിന്റെ അടുത്തേക്ക് പോവുകയാണ്. വളരെയേറെ ശ്രദ്ധയോടെ വേണം വിശാൽ സാറിനോട് ഓരോ കാര്യങ്ങളും പറയാനെന്ന് പാറു മനസ്സിൽ പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വിശാൽ വരികയാണ്.
എന്താടോ പാർവതി, എന്താ താൻ ചിന്തിക്കുന്നതെന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അത് പിന്നെ പ്രഭാവതി അമ്മയ്ക്ക് നേരെ നടന്ന ഓരോരോ അക്രമങ്ങളെക്കുറിച്ചും ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇത് കേൾക്കുന്ന വിശാല് സംശയത്തോടെ പാറുവിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.